ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു സേഫാസ് കുക്ക് ബുക്ക്. ഞാനിന്നിവിടെ കാണിക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു കൂന്തൽ കറിയുടെയും കൂന്തൽ ഫ്രൈയുടെയും റെസിപ്പിയാണ്. ഇതിനു വേണ്ടി 2 കിലോ കൂന്തൽ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ചേർത്തിട്ട് മാരിനേഷൻ ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഈ കൂന്തൽ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഡീപ്പ് ഫ്രൈ അല്ല, ഇതൊരു ഷാലോ ഫ്രൈ ആണ്. അധികം എണ്ണയില്ലാതെ വെള്ളം വറ്റിച്ചെടുത്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഓയിലി ഫീൽ ചെയ്യില്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. പിന്നെ ഇതിനാവശ്യമായ ഓനിയൻ ഒരു 2 എണ്ണം വെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഗാർലിക്ക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, പിന്നെ പച്ചമുളകും തക്കാളിയും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. പിന്നെ അതിന് ശേഷം ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കടുകിട്ട് ഉള്ളി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ബ്രൗൺ കളറാവുന്നത് വരെ, അധികം ബ്രൗൺ ആവണ്ട, ഒന്ന് വഴന്ന് വരുന്നത് വരെ. അപ്പോൾ അതിനിടയിൽ ഞാൻ ഒരു തേങ്ങ എടുത്തിട്ട് മഞ്ഞൾ പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ട് തേങ്ങ നന്നായി അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഉള്ളി ഇട്ടിട്ട് അത് നന്നായി വഴറ്റിയെടുക്കുക. അത് വഴന്ന് വരുമ്പോൾ തക്കാളിയും പച്ചമുളകും ജിഞ്ചർ ഗാർലിക്കും ഒക്കെ ഇട്ടിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഇതെല്ലാം ഒന്ന് വഴന്നതിന് ശേഷം നമുക്ക് തേങ്ങ കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്തിട്ട് അതൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ വെള്ളം കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. എന്നിട്ട് നമ്മളിതൊക്കെ കൂന്തൽ നമ്മൾ റെഡിയാകാൻ വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് പകുതി കൂന്തലെടുത്തിട്ട് ഞാൻ കറിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള കൂന്തൽ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കൂന്തൽ ഞാൻ അതിൽ തന്നെ വറ്റിച്ചെടുത്ത് അതിൽ കറിവേപ്പിലയും മല്ലിയിലയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്താൽ അധികം ഓയിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയറൊക്കെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു. ബൈ. അസ്സലാമു അലൈക്കും.